ചേലക്കരയിലെ പരാജയത്തിന് എനിക്കുണ്ട് ഉത്തരവാദിത്വം. ഞാനേറ്റു. ഞങ്ങൾ 40,000 വോട്ടിന് തോറ്റ സ്ഥലത്ത് 12,000 വോട്ടാക്കിയത് കുറച്ചതിന്റെ അഭിമാനം ഞങ്ങൾക്കുണ്ട്. 28,000 വോട്ടാണ്, വെറുതെ 1-2 വോട്ടല്ല, 28,000 വോട്ടാണ് ഞങ്ങൾ കുറച്ചത്. 28,000 വോട്ട് സി പി എമ്മിന്റെ ഭൂരിപക്ഷം കുറച്ചതാണ്. അല്ല, അപ്പൊ അവിടെ ഈ 75,000 വോട്ട് പുറകിൽ പോയതിന് ആർക്കാ ഉത്തരവാദിത്തം? അല്ല, വയനാട് 75,000 വോട്ട് പുറകിൽ പോയതിന് ആർക്കാ ഉത്തരവാദിത്തം? ആ സി പി ഐക്കാരെ പറ്റിച്ചാണ്. വോട്ട് ചെയ്യാൻ പോവാതിരുന്ന് സി പി എംകാര് പറ്റിച്ചാണ് സി പി ഐക്കാരെ, പാവങ്ങളെ. വോട്ട് ചെയ്യാൻ പോവാതിരുന്ന് 75,000 വോട്ടാ സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക്, LDF-ന്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ കുറഞ്ഞത്. മനസ്സിലായില്ലേ? അതൊരു പാർട്ടി തീരുമാനം. അല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥി ഇതിനു മുമ്പും ഞങ്ങൾ അസംബ്ലി മത്സരിപ്പിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ തോറ്റ ഷാനിമോൾ ഉസ്മാൻ അരൂര് വന്ന് ജയിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അന്ന് ജയിക്കാൻ കാര്യം അരൂര് അവർ പാർലമെന്റ് ഇലക്ഷനിൽ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് അവരെ അന്ന് മത്സരിപ്പിച്ചത്. ഇപ്പം പാർട്ടി പല കാര്യങ്ങളും ആലോചിച്ചിട്ടില്ല. അവർ പാർട്ടി മെമ്പറല്ലേ. ഞങ്ങൾ പാർട്ടിയുടെ ലീഡർഷിപ്പ് എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് ഒരു തീരുമാനം എടുത്തത്. ഒരു പരാതിയും കിട്ടിയിട്ടില്ല. അത് നിങ്ങൾ ഓരോ ദിവസം എഴുതുക. ഇന്നലെ പറയും കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി കൊടുത്തു, KPCCക്ക് പരാതി കൊടുത്തു. പരാതി കൊടുത്താൽ ആദ്യം കിട്ടേണ്ട ഒരാൾ ഞാനല്ലേ. നിങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ ഓരോന്നും എഴുതുകയാണ്. ഈ വിജയത്തിന്റെ ഗ്രേസ് കളയാൻ വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ചില ചാനലുകൾ അതിനുവേണ്ടി മാത്രമാണ് ഷേപ്പ് ചെയ്തിരിക്കുന്നത്. എന്തെല്ലാം പറഞ്ഞു. പാലക്കാട് ഞാനും KC വേണുഗോപാലും കൂടി റിവ്യൂ മീറ്റിംഗ് നടത്തി. പുറത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ KC വേണുഗോപാലും VD സതീശനും പ്രവർത്തകരെയും നേതാക്കളെയും ശാസിച്ചു എന്നുകൊണ്ടൊരു ചാനലിൽ വാർത്തയാണ്. വേണു വന്നിട്ട് എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് ചെയ്തത്. അവിടുത്തെ വർക്കിനെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു കാലത്തും കാണാത്ത വർക്കാണ് ഇവിടെ ചെയ്യുന്നത്, ഇതിന്റെ റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഞാനും KC വേണുഗോപാലും കൂടി കൈപിടിച്ച് പുറത്തേക്ക് ഇറക്കുമ്പോൾ ഒരു പയ്യൻ കൊണ്ടുവന്ന് കാണിക്കുകയാണ് ഒരു ചാനലിലെ വാർത്ത. ഞങ്ങൾ പ്രവർത്തകരെ ശാസിച്ചെന്ന് 5 സ്കോഡ് നടത്തി. എന്തൊക്കെയാണ് പറഞ്ഞത്? എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? അദ്ദേഹം പലതും പറയുമല്ലോ. ഞാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഞങ്ങൾ 3-ാം സ്ഥാനത്ത് പോവും, പിന്നെ കണ്ടകശനി എന്നെയും കൊണ്ടേ പോവുള്ളൂ, എന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം പോവും. ആ കൂട്ടത്തിൽ അങ്ങ് കൂട്ടിയാൽ മതി. അതൊന്നുമില്ല. ഇത് 100 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയ സമയത്ത് 2001 100 സീറ്റ് കിട്ടിയത്. 99+1 100 കിട്ടിയത്. അന്ന് ചേലക്കര LDF-ലായിരുന്നു. അപ്പൊ വേറെ 100 സീറ്റ് ഉണ്ട് നമുക്ക് ജയിക്കാൻ പറ്റിയത്. അടുത്ത പ്രാവശ്യം ആകുമ്പോൾ ഞങ്ങൾ അവിടെ ജയിക്കും ചേലക്കരയിൽ. അത്രയും കുറച്ചുകൊണ്ടൊന്നല്ല, കോൺഫിഡൻസ് ആയല്ല, അത്രയും കുറച്ചു. 28,000 വോട്ട് ഒരു നിയോജകമണ്ഡലത്തിലെ വോട്ട് പ്രവർത്തിച്ച് ഞങ്ങൾക്ക് കുറയ്ക്കാം എങ്കിൽ കേരളത്തിൽ എത്ര സീറ്റുകളിൽ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കിക്കോ. പിന്നെ 3,000 വോട്ട് ജയിച്ച നിങ്ങൾ ഒന്നും കൂടി ഞാൻ പറയാം. തൃക്കാക്കരയിൽ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും വന്ന് എറണാകുളത്ത് ക്യാമ്പ് ചെയ്ത ഒരു മാസം ഇല്ലേ, ഒരു മാസം. KV തോമസിനെ അപ്പുറത്ത് കൊണ്ടുപോയി ഒരു മാസം. PT തോമസ് ജയിച്ച വോട്ടിന്റെ ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തില ഉമാ തോമസ് ജയിച്ചു. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുക, ഒന്നുമില്ല കയ്യിൽ. മന്ത്രിമാർ മുഴുവൻ ഇറങ്ങി ഇവിടെ. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ജയിച്ച സീറ്റിൽ 9,000 വോട്ടിന് ജയിച്ച സീറ്റിൽ ഞങ്ങൾ ജയിച്ചത് 4 ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇല്ലേ, 36,000 വോട്ടിന്. പാലക്കാട് ഞങ്ങൾ 3,000 ജില്ലാ വോട്ടിനാണ്, 4,000-ന്റെ താഴെയാണ് ഷാഫി ജയിച്ചത്. 5 ഇരട്ടി വോട്ടിലാണ് ഞങ്ങൾ ജയിച്ചത്. ചേലക്കര 40,000 വോട്ട് ജയിച്ചെടുത്ത് 12,000-ലേക്ക് കൊണ്ടുവന്നു. 22,000 വോട്ട് കുറഞ്ഞു. ശരിയാണോ? എവിടെ? അത് പണ്ടല്ലേ, ഇപ്പോഴല്ലല്ലോ. അവിടെ അല്ലല്ലോ. ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇപ്പോഴത്തെ സ്ഥിതി അവിടെ വളരെ മോശമാണ്. ലോകസഭയിലെ പാറ്റേൺ വേറെയല്ലേ. ലോകസഭയിലെ പാറ്റേൺ അത് ചോദിച്ചാൽ ഞാൻ തിരിച്ചു വയ്ക്കാം. തൃശ്ശൂർ 7 നിയോജകമണ്ഡലത്തിലും LDF MLA-മാരാണ് ജയിച്ചത്. അവർക്ക് 7 പേർ കൂടി 1,85,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 1,85,000 വോട്ടിന്റെ ഭൂരിപക്ഷം. അവർക്ക് എല്ലാവർക്കും കിട്ടിയതിനേക്കാൾ 1,40,000 വോട്ട് കുറവാണ് സുനിൽകുമാറിന് പാർലമെന്റിൽ മത്സരിച്ചപ്പോൾ കിട്ടിയത്. മാറ്റി നമ്മളിങ്ങനെ പിടിക്കരുത്. പാർലമെന്റ് അസംബ്ലിയും കൂടി. ഞാൻ പാർലമെന്റ് പിടിച്ചാൽ പാർലമെന്റിന്റെ കണക്ക് എന്റെ അടുത്തുണ്ട്, അസംബ്ലി പിടിച്ചാൽ അസംബ്ലിയുടെ കണക്ക് എന്റെ അടുത്തുണ്ട്. ഇത് ഞങ്ങൾ അസംബ്ലിയിൽ ഫൈറ്റ് ചെയ്ത് അവസാനം
സറണ്ടർ ചെയ്ത് പോയതാണ്. എവിടെ 10,000 വോട്ടല്ല 5,000 വോട്ട്. അല്ല 5,000 വോട്ട് അത് പല ചില സ്ഥലത്ത് കൂടുണ്ടാവും, ചില സ്ഥലത്ത് കുറയുന്നുണ്ട്. ഇപ്പൊ പാർലമെന്റ് ഇലക്ഷനിൽ അവരുടെ വോട്ടിംഗ് ഇത് കൂടിയില്ലേ, ചില സമയത്ത് കൂടും, പല കാരണങ്ങളുണ്ടാവും. ഇപ്പൊ പാലക്കാട് കുറഞ്ഞില്ലേ, വയനാട് കുറഞ്ഞില്ലേ, രണ്ടിടത്ത് കുറഞ്ഞു, ഒരിടത്ത് കൂട്ടിയത് മാത്രം പറയാം. അതാണെന്ന് അതും കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ആ 39 ഇങ്ങോട്ട് താഴേക്കണമെന്നല്ല. അല്ല അതൊക്കെ തീർച്ചയായിട്ടും ഞങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്, ഉപാധികളില്ലാതെ. പക്ഷെ ഞങ്ങളൊരു വാക്ക് കൊടുത്തിട്ട് അദ്ദേഹത്തെ പുറകിൽ നിർത്തില്ല, മുമ്പിലേ നിർത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ. മറ്റവരെ അവരെ സംരക്ഷിക്കാൻ അവർ പാർട്ടി പോയ ആളുകൾ, അവർ കോൺഗ്രസിൽ നിന്ന് പോകുന്നവർ എല്ലാവർക്കും ഭയങ്കര സ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ട്. വീണ്ടും ആളുകൾ വരാൻ വേണ്ടിയിട്ട് അത് കൊടുത്തോട്ടെ. അവരനുഭവിച്ചല്ലോ, കാര്യങ്ങൾ കുറെ അനുഭവിച്ചല്ലോ ഈ കാലഘട്ടത്തിൽ, അത് അവരനുഭവിച്ചോട്ടെ. ഞങ്ങൾക്ക് അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കാണാനിരിക്കുന്ന പൂരം നേരത്തെ പറയരുത് അതിനെപ്പറ്റി, അതെങ്ങനെയാണ്. വരട്ടെ BJP എന്ന് മാത്രമല്ല, വരട്ടെ. UDF എന്ന് പറയുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഞങ്ങൾ വരാനിരിക്കുന്ന മാസങ്ങളിൽ കൂടുതൽ വിപുലമാക്കും. ഇപ്പോഴുള്ള UDF പോലും ആയിരിക്കും. ഇപ്പോഴുള്ള UDF ഞങ്ങളെല്ലാം കോൺഫിഡൻ്റ് ആണ്. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നിങ്ങൾക്കറിയാമല്ലോ, അത് പഴയ UDF ഒന്നും അല്ല. ഇപ്പോഴത്തെ UDFന്റെ ഐക്യവും ഞങ്ങൾ തമ്മിലുള്ള ടീം വർക്കും എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനേക്കാൾ വലിയ വിപുലമായ അടിത്തറ ഞങ്ങൾ പാർട്ടിയിൽ ഉണ്ടാകും. ഓക്കെ. പാലക്കാട്ടെ UDF വിജയം വർഗീയ ശക്തിയോട് കൂട്ടുപിടിച്ചാണെന്ന CPIM-ന്റെ LDF-ന്റെ ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ CPIM ഒന്നിനെ പോലെ നിറം മാറുകയാണെന്നും ഇത്തരത്തിൽ വർഗീയ ശക്തികളുടെ കൂട്ടുകൂടിയത് CPIM ആണെന്നും പഴയ എഡിറ്റോറിയലടക്കം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് ആ വിവാദങ്ങൾക്ക് മറുപടി പറയുന്നു. ഒപ്പം ചേലക്കരയിൽ ഭൂരിപക്ഷം കുറയ്ക്കാനായതിൽ ആശ്വാസമുണ്ടെന്നും അടുത്ത തവണ ചേലക്കര അടക്കം പിടിക്കാനാകുമെന്നും പറഞ്ഞു വെക്കുമ്പോഴും BJPക്ക് മറ്റു മണ്ഡലങ്ങളിൽ വോട്ട് കുറഞ്ഞ കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്.